ജയ് ഹിന്ദ്. ഓരോ ഇന്ത്യക്കാരൻ്റെയും സിരകളിൽ ദേശീയ സ്നേഹം കത്തിക്കയറുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം. കാരണം ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യം ദേശീയ ഗാനം എങ്ങനെ പാടാനുള്ള സ്വാതന്ത്ര്യമാണോ? അല്ല, എനിക്കൊരു സംശയം തോന്നിയതാ. കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് രാഷ്ട്രീയക്കാർ ദേശീയ ഗാനം ആലപിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ടാണ്. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാട്ട് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലചിതരംഗ ഉച്ഛല ജലചിതരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭാശിഷു മാഗേ തവ ശുഭാശിഷു മാഗേ യാഗേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. ദേശീയ ഗാനം ഒരാൾ ഒറ്റയ്ക്ക് പാടിയപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ പറ്റിയത്. സാരില്ല, സ്വാഭാവികം. പക്ഷേ കൂട്ടമായി ചേർന്ന് ടെമ്പോ പിടിച്ച് ടെമ്പോ തെറ്റിക്കാൻ പോയാലോ? അതും ദേശീയ ഗാനം. ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ എൻ്റെ പേര് വെറുതെ ചീത്താക്കാതെ ഈ കുട്ടി പാടുന്നത് കേട്ട് പഠിക്കാൻ നോക്കും. ഇങ്ങനെ വേണം പാടാൻ. ഇങ്ങനെ വേണം ദേശീയ ഗാനം പാടാൻ. ഈ ദേശീയ ഗാനം തെറ്റുകൂടാതെ പാടുന്നതിൽ വലിയ സാമർഥ്യമൊന്നുമില്ല. അതിന് ചില ട്യൂണുകളുണ്ട്. വീട്ടിലുള്ള ചെറിയ ചെറിയ ആക്രി സാധനങ്ങൾ വെച്ച് ദേശീയ ഗാനത്തിന് ഈണം വരുന്ന ഈ പയ്യനൊന്ന് കണ്ടു നോക്കി. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. മദ്യം വിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെൻറ്റിനുണ്ട്. അത് വാങ്ങി കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരനുണ്ട്. അത് കുടിക്കരുതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വേറെ ചിലർക്കുണ്ട്. ഈ മദ്യം കുടിക്കരുതെന്ന് പറയുന്നവനും മദ്യം കുടിക്കുന്നവനും ഒരുമിച്ച് വന്നാലോ? അത് കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. എന്റെ വീടിന് ചുമരുകളില്ല, എന്റെ മനസ്സിനു മതിലുകളില്ല, എന്റെ വയലിനു വേലികളില്ല, എന്റെ കണക്കിന് അളവുകളില്ല. ഇല്ല
നശിച്ചിടുമാനക്കേട് ഭവിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ ചാരായം കുടിക്കരുതേ എന്നെ നശിച്ചിടുമാനക്കേട് ഭവിച്ചിടും അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. അടിച്ച് പാമ്പായിട്ട് നടക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാമ്പായി മൂലയിൽ ഇരുന്നോണം. അല്ലെങ്കിൽ വാവാ സുരേഷ് വന്ന് വാവാന്ന് പറഞ്ഞ് പാമ്പിനെ പിടിച്ച് ആക്കിയിട്ട് കൊണ്ടുപോകും. ഈ വാവാ സുരേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു സുരേഷിനെ പറ്റി ഓർത്തത്. ഇത് വാവാ സുരേഷ് അല്ല, ചെറിയൊരു വാവാ സുരേഷ്. പാമ്പിനെ പിടിക്കണമെന്ന് കാണണം. ഇങ്ങനെ മകുടി ഊതി നമുക്ക് പാമ്പിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഡോ 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 എന്ന് വിളിച്ചാൽ പ്രാവ് വരും. ഇരി 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 എന്ന് പറഞ്ഞാൽ താറാവ് വരും. പക്ഷെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യും? ഒരു പാട്ട് പാടി നോക്കിയാലോ? കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിളക്കി കടി മേടിക്കുന്ന സ്വഭാവമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അത് മനുഷ്യരുടെ അടുത്ത് മാത്രമല്ല, മൃഗങ്ങളുടെ അടുത്താണെങ്കിലും ഈ സ്വഭാവം തന്നെ. പക്ഷെ മൃഗങ്ങൾ വെറുതെ വിടും. ചില മനുഷ്യർ വെള്ളം അടിച്ച് 4 കാലി കിടക്കുമ്പോൾ മറ്റുള്ളവർ വിളിക്കും നാൽക്കാലി പോകണമെന്ന്. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവില്ലേ, ഒരു മാന്യതക്കുറവ്. അതുപോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട്. ഏത് പട്ടീനെ 4 കാലി എന്ന് വിളിച്ചാൽ ആ പട്ടിക്കുണ്ടാവും വിഷമം. ഇപ്പം പട്ടിയൊക്കെ നല്ല നിവർന്ന് നല്ല 2 കാലല്ലേ കിടക്കണം ഇങ്ങനെ. നമ്മളെ കാര്യങ്ങൾ റോട്ടിലിട്ട് തല്ലിക്കൊന്നു കഴിഞ്ഞാണെങ്കിൽ ഒരു പട്ടി ഉണ്ടാവില്ല ചോദിക്കാൻ. പക്ഷേ ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു നോക്ക്, അപ്പം ഇറങ്ങിക്കോളും എല്ലാ പട്ടികളും കൂടി.
ഓരോ ക്രിക്കറ്റ് ടീമും ക്രീസിലേക്ക് കളിക്കാൻ ഇറങ്ങിയാൽ ആരാധകർക്ക് ഭയങ്കര ആവേശമാണ്. 6 അടിക്കണം, 4 അടിക്കണം. എന്തിനാ? ടീം ജയിക്കാനൊന്നുമല്ല. ഓരോ 6 അടിക്കുമ്പോഴും ചിയർ ഗേൾസ് ഡാൻസ് കളിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് ക്രിക്കറ്റ് കളി. ചിയർ ഗേൾസും ഉണ്ട്. സോറി ചിയർ ഗേൾസ് അല്ല, ചിയർ ബോയ്സ്. ആരോഗ്യത്തിന് ഹാനികരമാണ്. ചേട്ടന്മാരുടെ ഡാൻസ് ഉണ്ടല്ലോ, പക്ഷേ ഈ ചേട്ടന്മാരെ തോപ്പിക്കാൻ വേറൊരുത്തൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഈ ചേട്ടന്മാരെ പോലെയൊന്നുമല്ല, കറക്റ്റ് ചിയർ ഗേൾസിനെ പോലെ. തുണി കുറവെന്നല്ല, തുണി ഇല്ല. സ്കൂളിലെ വലിയ വെക്കേഷൻ വരുമ്പോൾ നമ്മുടെ അപ്പനമ്മമാരോട് കുട്ടികൾ പറയും, നമുക്ക് ആ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകാം, ഇവിടെ പോകാം, അവിടെ പോകാം, അത് കാണാം, ഇത് കളിക്കാം എന്നൊക്കെ. കാശുള്ളവൻ കൊണ്ടുപോകും, ഇല്ലാത്തവൻ അവിടെ ഇരിക്കും. ഈ കാശില്ലാത്തവൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടോ? ब्रेक मार यार. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ജീവികളുണ്ടോ? ഉണ്ട്. പട്ടി. എങ്ങനെ നന്ദി കാണിക്കാതിരിക്കും? അവന് ഡ്രൈവിംഗ് പഠിപ്പിച്ചതാരാ? ഈ ചേച്ചിയാണ്. Good boy, good boy. Ride with me. Good boy. On the streets right now. Hot issue on the streets right now. Yeah. Ride with me. ഇയാളെന്താ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? അയ്യോ 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഒന്ന് സ്പീഡിൽ പോടോ. Let's roll with me. Yeah. Good. Right. All night now. Good boy. എടോ താനാ സ്റ്റിയറിംഗ് നേരെ പിടിച്ചേ. എനിക്ക് പറ്റുന്നില്ല, വിട്ടാ ഞാൻ പറന്നു പോകും തോന്നുന്നു. ചേട്ടൻ നേരെ നോക്കി ഓടിക്കും. ഞാനിപ്പോ പറക്കും. എടോ പറന്നൊന്നും പോട്ടില്ല. പറ്റുന്നില്ല. The real hot issue on the streets right now. Right now. The real hot issue on the streets right now. Good boy. Good boy, right. And hey, good boy. Hey, good. Good boy. ഈ പട്ടിക്ക് മാത്രമല്ല പെണ്ണുങ്ങളോട് സോഫ്റ്റ് കോർണർ ഉള്ളത്. ചില ആണുങ്ങൾക്കുണ്ട് ഇതേ പട്ടിയുടെ സ്വഭാവം. ഏതെങ്കിലും പെണ്ണൊന്ന് വന്ന് തോളിച്ചാരിയ അപ്പം അലിഞ്ഞു പോകും. ഐസ് പൂട്ട് പോലത്തെ മനസ്സല്ലേ. ഏതെങ്കിലും ആണാണെങ്കിലോ ഹോ. ഇത് കൊല്ലരുത്, കാല് പിടിക്കാം. മാമ്പൂവേ
മഞ്ഞുതിരുന്നു നെഞ്ഞത്ത് ചൂടുണ്ടോ. ഈ മാമ്പു മാമ്പു എന്ന് പറഞ്ഞത് മാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പുള്ള പൂവല്ല. കവി ഉദ്ദേശിക്കുന്നത് മാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന പൂവാണ്. സംശയമുണ്ടോ? സംശയിക്കണ്ട, കണ്ടോ. All my people just be rolling up on this spot. This spot's the hottest spot up on this block. All my people just be rolling up on this spot. This spot's the hottest spot up on this block. All my people just be rolling up on this spot. This spot's the hottest spot up on this block. All my people just be rolling up on this spot. This spot's the hottest spot up on this block. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് പാട്ടാണ്. പക്ഷേ ഈ അമ്മായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അമ്മായി അപ്പം ചുടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി. അമ്മായിയെ കണ്ടു. അമ്മായിക്കൊരു കെട്ടിയവനുണ്ട്. ആളൊരു പിണ്ണനാണെങ്കിലും ബണ്ണുണ്ടാക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ്. ഈ അമ്മാവനെ അമ്മായിയും കണ്ടല്ലോ, ഇവർ രണ്ടുപേരും പാചകത്തിൻ്റെ കാര്യത്തിൽ ഉസ്താദുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കുട്ടി എന്തായിരിക്കും? നമ്മളിപ്പോൾ കണ്ട കൊച്ചു പെണ്ണില്ലേ, അവളിപ്പോൾ വലിയ പെണ്ണായില്ലേ. വിദേശത്തൊരു ഭക്ഷണശാലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അടിപൊളി കുക്കല്ലേ. ഈ ഓണത്തിന് വരുന്നുണ്ട്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ കുക്കർ ഷോയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനുള്ള പ്രാക്ടീസ് വരെ തുടങ്ങിക്കഴിഞ്ഞു. നമസ്കാരം. അത്തം മുതൽ തിരുവോണം വരെ തുമ്പപ്പൂവിനെ കണികണ്ടുണരു മാവേലിയെ വരവേൽക്കാൻ ആർപ്പുവിളിയുമായി തൂശനിലയിൽ തുമ്പച്ചോറും ഊഞ്ഞാലും കൊണ്ട് വീണ്ടും ഒരു പൊന്നോണം എന്റെ എല്ലാ പ്രവാസി മലയാളികൾക്കും എന്റെ പൊന്നോണ ആശംസകൾ. നന്ദി. ക്ലോസ് ചെയ്യല്ല, നീ സ്റ്റാർട്ട്. എന്നിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് രസകരവും കൗതുകവുമുള്ള വീഡിയോകൾ പ്രേക്ഷകർക്കും അയക്കാം. വീഡിയോ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9605464007.